നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂരിൽ ഷൈനിയും രണ്ട് കുട്ടികളും ആത്മഹത്യ ചെയ്ത സംഭവത്തെ തുടർന്ന് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ആ സംഭവം കഴിഞ്ഞെങ്കിലും ഇപ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷനിലാണ്. എന്താണ് സംഭവിച്ചത്, ആരാണ് കുറ്റക്കാർ, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നതിനെപ്പറ്റി ഒന്നും യാതൊരു പിടിയുമില്ലാത്തൊരവസ്ഥ. ആകെപ്പാടെ ഏക സത്യം, അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും ആ റെയിൽ പാളത്തിൽ കുത്തിയിരുന്ന് ട്രെയിനിടിച്ച് മരിച്ചു. അവരുടെ അന്ത്യയാത്ര കഴിഞ്ഞു. ഇക്കാര്യം മാത്രമാണ് ഉറപ്പായിട്ടുള്ള കാര്യം. ബാക്കിയൊക്കെ നമ്മുടെ മീഡിയ എന്തൊക്കെയോ പറയുന്നു, ആരെയൊക്കെയോ കുറ്റപ്പെടുത്തുന്നു, ആർക്കൊക്കെയോ എതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സത്യം ഏതാണെന്ന് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊട്ട് അറിയാൻ പറ്റാത്തൊരവസ്ഥയും വന്നിരിക്കുന്നു. പോലീസ് അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടെന്ന് മാത്രം. അത് പിന്നെ ആത്മഹത്യയും അതുപോലുള്ള കാര്യങ്ങളുമായതുകൊണ്ട് അതിനൊരു പരിമിതിയും ഉണ്ടാവും. കുറ്റക്കാരെ നമുക്ക് കുറ്റക്കാരൻ എന്ന നിലയിൽ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഭർത്താവിനെ കണ്ടിട്ട്, അയാളെ കണ്ടിട്ട് ആപ്പാടെ ഒരു സാധുവിനെ പോലെയാണ് തോന്നുന്നത്. സാധുവാകണമെന്ന് പിന്നെ നിർബന്ധമില്ല. കള്ളുകുടിയനുമൊക്കെ ആണെങ്കിൽ സ്വഭാവം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്. 9 മാസമായിട്ട് ഷൈനി സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്, രണ്ട് കുട്ടികളെയും കൊണ്ട്. അതിനു പുറമെ ഈ ഭർത്താവുമായിട്ട് വിവാഹമോചനത്തിന് കേസും കൊടുത്തിട്ടുണ്ട്. കേസ് അയാൾ കൈപ്പറ്റുന്നില്ല, അതിൻ്റെ കടലാസുകളൊന്നും കൈപ്പറ്റുന്നില്ല, പിന്നെ എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ സംഭവ ദിവസം രാത്രി അയാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തിയോ ചീത്ത പറയുകയൊക്കെ ചെയ്തിരുന്നു, പോയി ചാകാനൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മാത്രം പിണങ്ങി പിരിയുന്ന ഒരു ഭാര്യ, പിന്നെ പിണങ്ങി നിൽക്കുന്ന ഒരു ഭർത്താവ് പിന്നെ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ പറയാൻ പോകുന്നത്. അല്ലാതെ സ്നേഹപൂർവ്വം പറയാനായിട്ടുള്ള സാധ്യതയൊന്നും ഇല്ലല്ലോ. അപ്പം എങ്ങനെയായാലും ഒരു വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീ അവരുടെ രണ്ട് കൊച്ചുമക്കളെയും പിടിച്ചു വലിച്ചുകൊണ്ടുപോയി ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞാൽ അത് വാസ്തവം പറഞ്ഞാൽ നമ്മളെല്ലാം ഹൃദയം നടുക്കിക്കളഞ്ഞ ഒരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിലെന്താണ് എന്നുള്ളതിനെപ്പറ്റി മാത്രം നമുക്ക് വ്യക്തതയൊന്നുമില്ല. ഭർത്താവ് ചെയ്തതുകൊണ്ടും പിന്നെ ഭർത്താവിൻ്റെ സഹോദരൻ വൈദികൻ, അയാൾക്കെതിരെയും ധാരാളം ആരോപണങ്ങളും ആക്ഷേപങ്ങളും വരുന്നു. ധാരാളം അങ്ങേരുടെ ക്രൂരത കൊണ്ടാണ് ഇവർക്ക് ജോലി കിട്ടാതെ പോയത്, അവർക്ക് കിട്ടിയ ജോലികളൊക്കെ നഷ്ടപ്പെടുന്നതിന് കാരണം പിന്നെ അങ്ങേരായിരുന്നു. അതിലും ഒരു അസാംഗത്യം കാണുന്നുണ്ട്. കാരണം ഇങ്ങേര് ഓസ്ട്രേലിയയിലാണെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് ഇവിടെ ജോലി പിന്നെ കളയിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അടുത്ത കാലത്തൊന്നുമുള്ള ഒരു അടുപ്പമല്ലെങ്കിൽ, ദൂരെയാണെങ്കിൽ ഈ പറയുന്ന അത്ര എഫക്റ്റീവ് ആകുമോ കാര്യങ്ങൾ? അപ്പോൾ നമുക്കിതിനെപ്പറ്റിയൊന്നും കൃത്യമായി അറിഞ്ഞുകൂടെ. ഇങ്ങനെ മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ചാനലുകളിലൊക്കെ വരുന്ന വാർത്തകൾ മാത്രമാണ് നമ്മൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ആദ്യമേ ആക്ഷേപം മുഴുവൻ കാരിത്താസ് ആശുപത്രിക്കെതിരെയായിരുന്നു. പിന്നെ അതിപ്പോൾ ഒന്ന് കെട്ടടങ്ങിയത് പോലെ തോന്നുന്നു. കാരണം ആ ഒരു വൃത്തികെട്ട നിയമം, പിന്നെ കുറേ വർഷങ്ങൾ ജോലി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ജോലി ചെയ്യാൻ പറ്റില്ല, ലൈസൻസ് കിട്ടില്ല എന്നുള്ള ആ വൃത്തികെട്ട ഒരു നിയമം, വൃത്തികെട്ട ഒരു ചട്ടം, അതാണ് ആദ്യം മാറേണ്ടത്. കാരണം അവർക്ക് കുറച്ചൊരു പരിശീലനം കൊടുത്തുകൊണ്ട്, വേണമെങ്കിൽ ഒരു പരീക്ഷ കൂടെ നടത്തിക്കൊണ്ട് അവർക്ക് വീണ്ടും പ്രാക്ടീസ് ചെയ്യാനുള്ള അനുമതിയാണ് കൊടുക്കേണ്ടത്. അത് അത്യന്താപേക്ഷിതമായിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ BSc നേഴ്സിങ്ങിനൊക്കെ പോകുന്നവർ സാമാന്യ നിലയിൽ ഒരു ജോലി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത് പഠിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വെറുതെ കല്യാണം കഴിച്ചൊക്കെ പോകാനാണെങ്കിൽ വെറും BScക്ക് പോയാൽ മതി, ഒരു MSc എടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ സാധാരണ കല്യാണം കഴിച്ച് വേറെ ഒന്നും ജോലിക്കൊന്നും പോകേണ്ടതില്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അവർ പിന്നെ ജോലി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പഠിച്ചതെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ജോലി ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിച്ചു. ഈ ഭർത്താവിൻ്റെ വീട്ടുകാരും അല്ല ഇവരുടെ വീട്ടുകാരും ഇവരുടെ ആളുകളൊക്കെ വിദേശത്തുമുണ്ട്. അപ്പോൾ ഇത്രയും കാലം ജോലിക്കൊന്നും ശ്രമിച്ചില്ല. 10-12 വർഷം, പിന്നെ 12 വർഷം ജോലിക്കൊന്നും ശ്രമിച്ചില്ല, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ ഭർത്താവ് സമ്മതിച്ചില്ല. എന്നാൽ പോലും ഒരു ജോലിക്കോ അല്ലെങ്കിൽ വിദേശത്ത് പോകാനോ ഒക്കെ ശ്രമിക്കേണ്ടതായിരുന്നില്ല എന്ന് നമുക്ക് ന്യായമായും തോന്നിപ്പോകും. പ്രത്യേകിച്ച് ഭർത്തൃ വീട്ടിലെ സാഹചര്യം മോശമാണെങ്കിൽ നേരത്തെ തന്നെ ഏതെങ്കിലും ഒരു ജോലിക്കോ അല്ലെങ്കിൽ പുറത്തു പോകാനുള്ള ഒരു സംവിധാനം ഒരുക്കേണ്ടതായിരുന്നില്ലേ? നമുക്കറിയില്ല ഓരോരുത്തരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അവരുടെ മനസ്സിൽ കൂടി എന്താണ് പോകുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കൊരിക്കലും അവരെ കുറ്റപ്പെടുത്താനോ അവർക്ക് ഇങ്ങനെ ചെയ്തു കൂടായിരുന്നോ എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ അവരുടെ സാഹചര്യം അതല്ലല്ലോ, അവരുടെ സാഹചര്യം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താനോ മറ്റേതെങ്കിലും രീതിയിൽ ചിന്തിക്കാനോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലുമില്ല. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെയുള്ള യാഥാർത്ഥ്യങ്ങൾ കിടക്കുന്നു. നമ്മൾ പിന്നെ ഈ വനിതാ ദിനത്തിലൊക്കെ സഹോദരിമാർ ചിന്തിക്കേണ്ട ഒരു കാര്യം സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ഈ പിന്നെ ഭർത്തൃ വീട്ടിൽ വഴക്കോ വയ്യാവേലിയോ അല്ലെങ്കിൽ തിരിച്ചു പോകേണ്ട സ്ഥിതിയോ ഒക്കെ വന്നുകൂടാഴികയില്ല, എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ ഒരു മുൻകരുതലെടുക്കാൻ ഇപ്പോൾ എല്ലാവർക്കും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടോ ഒന്നും കഴിഞ്ഞെന്ന് വരില്ല. കഴിയുന്നവരെങ്കിലും തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഒരു അവബോധം ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. ഇങ്ങനെ വന്നാൽ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്, ഒരു ധാരണ ഉണ്ടാവുന്നത്. ഇപ്പം നമുക്ക് പിന്നെ പണ്ട് കാലത്തൊന്നും വിവാഹം
രജിസ്റ്റർ ചെയ്യുക പോലും ഇല്ലായിരുന്നു. പണ്ട് വോൾട്ടയർ ചോദിച്ച പോലെ ഇതെല്ലാം രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അതൊക്കെയാണോ പ്രധാനപ്പെട്ട കാര്യം? നിങ്ങളുടെ പരസ്പര സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ അതല്ലേ പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് അദ്ദേഹം എവിടെയോ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്രമാത്രം തരികിടിയാണോ ഇതൊക്കെ രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെയൊക്കെ വെച്ചില്ലെങ്കിൽ പിന്നെ ഇതെല്ലാം വലിയ കുഴപ്പമായി മാറുന്ന ഒരു സ്ഥിതി വരുമോ എന്ന് പറഞ്ഞ പോലെ ഈ ബന്ധങ്ങളൊക്കെ ഈ പിന്നെ ചട്ടങ്ങളിലും നിയമങ്ങളിലും ഒന്നും മാത്രമല്ല, ആ ബന്ധങ്ങളിലുള്ള ആ ആഴം, അതിലാണ് കാര്യമിരിക്കുന്നതെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. എന്തായാലും ഖേദകരമായ ഈ വസ്തുത, ഇപ്പം ഷൈനിയുടെ പിന്നെ പിതാവിനെ പറ്റിയും അവരുടെ കുടുംബത്തെ പറ്റിയൊക്കെ ഇങ്ങനെ ആക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിലൊക്കെ എത്ര കണ്ട് വസ്തുതയുണ്ടെന്ന് നമുക്കൊട്ട് അറിഞ്ഞുകൂടാ. എങ്ങനെയായാലും ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ചിന്തിക്കേണ്ട ഒരു കാര്യം, വിദ്യാസമ്പന്നരായ ആളുകൾ എപ്പോഴും ഒരു ജോലി കിട്ടാനായിട്ട്, സ്ത്രീകൾ ജോലി കിട്ടാനോ ജോലിക്കുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കരുത്. ജോലി തീർച്ചയായിട്ടും ഒരു ശക്തിയാണ്. ജോലി ഉണ്ടെങ്കിൽ പിന്നെ ആരുടെയും ഒരു കീഴിൽ അങ്ങനെ അടിമയായിട്ട് കഴിയേണ്ട ഒരു അവസ്ഥ വരില്ല. എപ്പോഴും എന്ന് എഴുതി എല്ലാവർക്കും ജോലിയൊന്നും കിട്ടില്ല, എല്ലാവർക്കും അതിനുള്ള വിദ്യാഭ്യാസം കാണണമെന്നില്ല. ഇനി വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ജോലി കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും നമ്മൾ കാര്യങ്ങളെപ്പറ്റി ഒരു ധാരണ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി നമ്മൾ ഈ ആത്മഹത്യയെ പറ്റിയൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, മുമ്പെങ്ങോ വായിച്ചതാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ മക്കളെയൊക്കെ എടുത്തുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് ആരുണ്ട്, മക്കളില്ലാതായി പോവും. അങ്ങനെ ചിന്തിക്കാമോ? നമ്മുടെ ചൊല്ലു തന്നെ എന്താണ് പറയുന്നത്? വാകേറിയ തമ്പുരാൻ ഇരയും തരും. അപ്പം ദൈവം തമ്പുരാനാണ് വാകേറിയതെങ്കിൽ അതിനുള്ള സംവിധാനവും അവിടുന്ന് ഒരുക്കും എന്നുള്ളൊരു വിശ്വാസമൊക്കെ വേണ്ടേ നമ്മൾ? അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇല്ലെങ്കിൽ എൻ്റെ മക്കളെല്ലാം തകർന്നു പോവും, പിന്നെ നശിച്ചു പോവും, ഇല്ലാതായി പോകുമെന്ന് അങ്ങനെ ചിന്തിക്കുന്നത് എത്ര കണ്ട് ശരിയാണെന്നൊന്ന് വീണ്ടും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ചിന്താഗതികളിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. ഇതിനൊക്കെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിത രീതിയും നമ്മൾ പഠിച്ചിരിക്കുന്നതും ഒക്കെ കൊണ്ട് എന്താണ് പ്രയോജനം ഇരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അതിന് പ്രാധാന്യം വരുന്നില്ലെങ്കിൽ? അതുപോലെ തന്നെ ഈ സംഭവത്തിൽ എന്താണ് പെട്ടെന്ന് ഒരു ആത്മഹത്യയും മറ്റും പെട്ടെന്നൊരു ദിവസം പെട്ടെന്നൊരു ഇമ്മീഡിയറ്റ് കോസ് കാണും. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ നേരത്തെ തന്നെ ആലോചിച്ചുറപ്പിച്ചതായിരിക്കാം. പക്ഷേ പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കാണോ, അതിൻ്റെ ആ ദേഷ്യത്തിൽ, അരിശത്തിൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും പക തീർക്കാനെന്ന മട്ടിലായിരിക്കാം പലപ്പോഴും ഇങ്ങനെയുള്ള ആത്മഹത്യകൾ നടക്കുന്നതെന്നാണ് പിന്നെ ഈ മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. അപ്പോൾ അന്ന് എന്താണ് സംഭവിച്ചതെന്നും ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് കോസ് എന്തായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം കുറേ നാളായിട്ട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ അതിനെ തരണം ചെയ്യാനായിട്ട് ഇവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്, ധാരാളം ബന്ധുക്കളും ഒക്കെ ഉണ്ട്, നല്ല നിലയിലുള്ളവരും. പിന്നെ ആ സമുദായമാണെങ്കിലും നല്ല നിലയിലുള്ള ഒരു സമുദായം. അപ്പം പല രീതിയിലുള്ള സഹായങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. പിന്നെ എന്തുകൊണ്ടോ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചു നമുക്ക് അറിഞ്ഞുകൂടാ. അതിലെ ആ ദുഃഖം, പിന്നെ അവരെ അവശേഷിച്ചു പോയ ആ ദുഃഖം, അതുമാത്രമാണ് നമ്മളെപ്പോലുള്ളവർ നമ്മുടെ എല്ലാം മനസ്സിൽ അതൊരു ആഴമുള്ള ദുഃഖമായിട്ട് മാറിയിരിക്കുന്നു. അവർ നമ്മുടെ ആരും അല്ലെങ്കിൽ കൂടി അവർ നമ്മുടെ ആരോ ആണെന്നും അവരുടെ ആ മരണം നമ്മയൊക്കെ വേദനിപ്പിച്ചിരിക്കുന്നുവെന്നും ഉറപ്പായ ഒരു കാര്യമാണ്. എന്തായാലും അവർക്ക് നിത്യശാന്തി ഉണ്ടാവട്ടെ. ഈ ആരോപണങ്ങൾ കേട്ട് അസഹനീയമായി തീർന്നിരിക്കുന്നു. നാനാതരം ആരോപണങ്ങൾ. ആര് പറയുന്നതാണ് ശരി, ഏതാണ് ശരി, അതിലെന്തെങ്കിലും ശരിയുണ്ടോ എന്നൊന്നും യാതൊരു വ്യക്തതയുമില്ലാത്തൊരു കാര്യവും